ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണോ ചോദിച്ചാലല്ല, രക്ഷിതാവായ ഒരു മീറ്റിങ്ങിന് പോകാൻ ഇതാരോ ഞാൻ പോലെ അറിയട്ടെ ഏതാ ഇത്. അപ്പൊ അവന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞേച്ചി ഐസ്ക്രീമിൽ ഒതുക്കിന് ഇനി വരുമ്പോൾ കൊണ്ടു നോക്കണം എല്ലാം കൊല്ലം. ഞാൻ പോണ എൻ്റെ രണ്ടാമത്തെ അഞ്ചത്തിൻ്റെ മീറ്റിങ്ങിനാണ്. അത് കോഴിക്കോടാണ്. +1 ഓണപരീക്ഷൻ്റെ അല്ല ഗൈസ്. ഓടെ എന്താ പറയുക, NSSൻ്റെ ഒരു ഇതിന് കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു മീറ്റിങ്ങിന് പോവുകയാണ്. ഓക്കെ, പോയിട്ട് വരാം. ഇപ്പം ടൈം 1:30 3 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തണമെന്നാണ് എനിക്ക് തന്ന ഒരിത്. അപ്പം പോയിട്ട് വരാം. വണ്ടിയിൽ നല്ല വെയിലാണ് ഗൈസ്. 1:30 ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. സോ ഈ വെയിലും കൊണ്ട് വേണം ബസ് സ്റ്റോപ്പൊക്കെ പോവാൻ. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി വേറെ ഒരു ബസ് വരുന്നത് നമ്മൾ കൊണ്ടേ അങ്ങനെ ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇനി ഇവിടുന്ന് ഞാൻ നടക്കണം. ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്കൂളിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഓട്ടോയിൽ പോയാൽ എന്താ പറയുക, പൈസ ആവും പെട്ടെന്ന്. അതുകൊണ്ട് നേരത്തെ ആയി പോകുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി ഇവിടെ. അതുകൊണ്ട് ഓട്ടോ വിളിക്കേണ്ടെന്ന് വിചാരിച്ചു. നടക്കണം ഗൈസ്, നടക്കാൻ കുറച്ച് ഉണ്ടായിരുന്നു. വെയിലത്ത് നടക്കാൻ വിചാരിച്ച് കുറച്ച് ക്ഷീണമായോ എന്ന് വിചാരിക്കുന്നു. ഇനി ഏതായാലും സ്കൂളിൽ വെച്ചെടുക്കാം. ഓക്കെ, വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട്. ഞാൻ ആകെ ഓളെ ചേർപ്പം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വഴി ഇതന്നെയല്ലേ എന്നൊരു സംശയം. എനിക്കാണെങ്കിൽ വലിയ തലപ്പോഴും കിട്ടുന്ന സ്ഥലം പേര് ഓർമ്മയ്ക്ക്. അതാണ് ഒരു ചെറിയ അങ്ങാടിയാണ്. എന്താവോ എന്തോ വഴി തെറ്റിക്കില്ല. ഇത് തന്നെ വഴി. പേടിച്ചു പോയി ഗൈസ്. ഇത് തന്നെ വഴി ഗൈസ്. ഞാൻ അവിടെ സ്കൂളിലെത്തി. പറഞ്ഞാൽ പേടിയാവുണ്ട്. അയ്യോ, ടൈം ആയോന്നും അറിയില്ല. നേരത്തെ വന്നോണ്ട് കയറണമെന്നും അറിയില്ല. എന്തായാലും നോക്കാം. ഇപ്പോൾ ഒപ്പനൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഏതോ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളൊക്കെ പുറത്താണ്. കുറച്ച് നേരത്തെ എത്തി. കുറച്ചൊന്നും അല്ല, ഒരു 1 മണിക്കൂർ മുന്നേ. ഭയങ്കര കൃത്യനിഷ്ഠത. കുറേ നേരം പോസ്റ്റ് അടിച്ച് ഇപ്പോഴും ആരും വന്നു തുടങ്ങിയില്ല. 1-2 ആൾക്കാരാണ്. എന്താ ഇത്ര നേരത്തെ വരുന്നില്ല. രക്ഷിതാക്കളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളെ മുകളിലുള്ള ഒരു ക്ലാസ്സിൽ കൊണ്ടുപോയി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ മീറ്റിംഗ് ഒക്കെ തുടങ്ങി, കാര്യങ്ങളൊക്കെ പറഞ്ഞ് NSSൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ് 4:30 ആവാതെ ഓളെ വിടൂല പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ 4:30 ആയപ്പോൾ ഓളെ കൂട്ടി പോകുന്ന ഓളെ കൂടെ പോകുന്ന 2-3 കുട്ടികളുണ്ട് ഇനി കൂടുതൽ. പിന്നെ നമുക്ക് ബസ് കിട്ടിയപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.